ഇന്ന് BKF നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമര നേതൃത്വം വന്നിരായ ഉസ്താദാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസ്ഥാനം ഇന്ന് വളരെ വിപുലമായ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. കേരള മുസ്ലിം ജമാഅത്ത്, സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി സംഘടന, SMA, SJM, പ്രവാസ ലോകത്ത് ICF, RC, നാട്ടിൽ പ്രൊഫഷണൽ കൂട്ടായ്മയായ IPF, ധാരാളം സ്ഥാപനങ്ങൾ, മദ്രസകൾ, വിപുലമായ മാധ്യമ സംവിധാനങ്ങൾ, ഇങ്ങനെയെല്ലാമായി വിപുലമായ തോതിൽ വ്യത്യസ്തമായ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിനാണ് ഉസ്താദ് നേതൃത്വം നൽകുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ കുട്ടിക്കാലത്ത് ഈ സംഘടനാ സംവിധാനങ്ങളൊന്നും നിലവിലില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് അതിവിപുലമായ ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഉസ്താദിൽ രൂപപ്പെട്ടത്? അതിന് പ്രചോദനമായത് എന്തായിരിക്കും? ആ കാലയളവിൽ സംസ്ഥയുടെ സംഘടനാ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഉസ്താദ് ആലോചിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കും എന്നറിയാൻ സ്വാഭാവികമായും ഈ കാലത്തെ പ്രവർത്തകർക്ക് താല്പര്യമുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് സംഘടനയും വളരുന്നതും നിലനിൽക്കുന്നതും അതിൻ്റെ സ്ഥാപകന്മാരുടെ ഇഖ്ലാസ് അനുസരിച്ച് ആണ്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളും പണ്ഡിതനും വലിയ ഇഖ്ലാസുള്ള ആളും ആയിരുന്നു. അതിനുശേഷം അതിനെ ഏറ്റെടുത്ത് നടത്തി വന്ന എല്ലാവരും നല്ല ഇഖ്ലാസുള്ളവരും കഴിവുറ്റവരും ശക്തന്മാരുമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മുടെ മറ്റ് സംഘടനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അനുയായി വൃത്തം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മതപരമായ കാര്യത്തിൽ മാത്രമാണ് അതിൻ്റെ ശ്രദ്ധ അന്നും ഇന്നും ഉള്ളത്. ജനങ്ങളുടെ അഖീദ കേടുവരുത്താൻ ഇവിടെ വന്ന ബിദ്അത്തുകാരെ തടഞ്ഞു നിർത്തുക, അവരുടെ തെറ്റായ വാദങ്ങൾക്ക് മറുപടി പറയുക, അത് ചിലപ്പോൾ വാദപ്രതിവാദത്തിലേക്ക് വരെ എത്താൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വാദപ്രതിവാദം നടത്തുക, ചർച്ചകൾ നടത്തുക, പ്രസംഗം നടത്തുക വഴി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് അല്ലാഹുവിൻ്റെ ദീന് എന്നും അതാണ് ശരിയായ മാർഗമെന്നും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. കൂട്ടത്തിൽ ഭൗതികമായ പുരോഗതി ഉണ്ടാക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു.
പിന്നീട് എൻ്റെ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു തുടങ്ങിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഈ രംഗത്ത് കുടക്കൂടി ശോഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ്, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ്, അപ്രകാരം പറവണ്ണ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ, പറവണ്ണ ഉസ്താദ്, അങ്ങനെ തുടങ്ങി എൻ്റെ ഉസ്താദായിരുന്ന കെ അബൂബക്കർ ഹസ്രത്ത് നവറല്ലാഹു മർക്കദഹു, അങ്ങനെയുള്ള ആലിമീങ്ങളുടെ കയ്യിലാണ് ഈ സംഘടന നിലനിന്നിരുന്നത്. അവരെല്ലാം ഈ മഹത്തായ അഖീദയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അതിലേക്ക് അടുപ്പിക്കുകയും ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് നമ്മുടെ SYS എന്ന സംഘടന ഉണ്ടാവുകയും അത് മന്ദഗതിയിൽ നടന്നു വരികയും ചെയ്യുമ്പോഴാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ പ്രസിഡന്റ് ആയി അല്പകാലം നിന്നിട്ടുണ്ടായിരുന്നു. പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒരിക്കൽ സംഘടനയെ വിളിച്ചു വരുത്തി, എനിക്ക് പ്രസിഡന്റാവാനും സെക്രട്ടറി ആവാനും സംഘടനയിൽ പ്രവർത്തിക്കാനും കഴിയില്ല, എൻ്റെ രീതി മറ്റൊന്നാണ്. അതുകൊണ്ട് ഇ.കെ. ഹസൻ മുസ്ലിയാർ പ്രസിഡന്റാവണം, AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആവണം എന്ന് മഹാനവറുകൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾ വൈമനസ്യം കാണിച്ചെങ്കിലും ഒരിക്കലും വൈമനസ്യം കാണിക്കാൻ പാടില്ല. ചോദിക്കാതെ കിട്ടുന്ന അധികാരം സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഹദീസിലുണ്ടല്ലോ, ഇന്നുഴത്തീത്ത മിൻ ഗൈരി മസ്അലത്തിൻ ഉഇൻത, നീ ചോദിക്കാതെ ഒരധികാരം നിന്നിൽ വരികയാണെങ്കിൽ നിനക്ക് സഹായമുണ്ടാകുമെന്ന് ഹദീസിലുണ്ട്. ഈ ഹദീസ് ഓതിക്കൊണ്ട് ബാപ്പു മുസ്ലിയാർ ഞങ്ങൾ രണ്ടുപേരെയും സംഘടന ഏൽപ്പിച്ചു. അന്ന് മുതൽ അൽഹംദുലില്ലാ ഞങ്ങൾ പഴയ അഖീദയും പഴയ രീതിയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സംഘടനയിലേക്ക് ചെറുപ്പക്കാരെ അടുപ്പിക്കണം, പൊതുജനങ്ങളെ ബന്ധപ്പെടുത്തണം എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ വളർച്ച തുടങ്ങിയത്. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ഒരു ദീർഘവീക്ഷണം, പിഴയ്ക്കാത്ത വീക്ഷണം എന്ന് നമുക്ക് ഉസ്താദിന്റെ ഈ സംഘടനാ പ്രവേശനത്തെ കൂടി പറയാൻ പറ്റും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഉസ്താദ് സമസ്തയുടെ നേതൃസ്ഥാനത്ത് വരുന്നു, SYSന്റെ നേതൃസ്ഥാനത്ത് വരുന്നു. ഉസ്താദ് തന്നെ നേരത്തെ പറഞ്ഞു,
സംവാദങ്ങളും നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചെടുക്കലും ഒക്കെ ആയിരുന്നു ആ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന്. ശേഷം നമ്മൾ ഒരു സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സമുദായത്തിന്റെ എല്ലാ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് പുതിയ അജണ്ടകളും പുതിയ പദ്ധതികളും ഒക്കെ രൂപപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായി. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉസ്താദിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവോ അതോ സംഘടനയ്ക്കകത്തേക്ക് വന്നതിന് ശേഷം രൂപപ്പെട്ടതാണോ? നേരത്തെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളായപ്പോഴും സാഹിത്യ സമാജത്തിൽ പ്രവർത്തിക്കുമ്പോഴും വേലൂർ ബാക്കിയാത്ത് സാരിയാത്തിൽ പഠിക്കുമ്പോഴും എല്ലാം തന്നെ ഞങ്ങൾക്ക് ഏതാനും ചില വിദ്യാർത്ഥികൾക്ക് ഈ ചിന്തയുണ്ട്. എനിക്ക് അതിൽ കൂടുതലായി ഉണ്ട്. അതിനുള്ള സാഹചര്യം വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പറാവുകയും അതിനുശേഷം SYSന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തപ്പോൾ നല്ല സ്പിരിറ്റുള്ള ആളാണ് ഹസൻ മുസ്ലിയാർ. എന്നെക്കാൾ പ്രായമുണ്ട്, എന്നെക്കാൾ എല്ലാ കഴിവും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റായി. എന്നാലും അദ്ദേഹം നല്ല ചെറുചുറുക്കുള്ള പ്രവർത്തകനാണ്, ആവേശമുള്ള ആളാണ്, വിദ്യാർത്ഥികാരോട് കടുത്ത വിരോധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന പള്ളി പിടിച്ച് കൊണ്ടുപോയത് തിരിച്ചു വാങ്ങലും അതുപോലെ വാദപ്രതിവാദവും ഒന്നും നിന്നുപോയിട്ടില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സമയത്ത് ചെറുപ്പക്കാരെ ഒരു സംഘടനയുടെ കീഴിൽ അണിനിരത്തണം എന്ന തീരുമാനം ഉണ്ടായതിന്റെ പേരിലാണ് SYS ശക്തിപ്പെടുത്താൻ കാരണം. ആ ശക്തിപ്പെടുത്തലോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾ പൊതുവെ സംഘടനയിലേക്കൊക്കെ അടുത്തു വരണമെങ്കിൽ കുറച്ചെല്ലാം ഈ ഭൗതികമായ ചില സഹായങ്ങളും അതുപോലെ വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റവും വേണം എന്ന് മനസ്സിലാക്കി റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങി, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ കൂട്ടത്തിൽ മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ശൈലി ഇവിടെ ആവശ്യമാണ് എന്ന് കണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയ തുടങ്ങാൻ തീരുമാനിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റുകൾ രൂപീകരിക്കുകയും അത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആദ്യകാലങ്ങളിൽ സമസ്തയുടെയും SYSന്റെയും ഒക്കെ മീറ്റിംഗുകളിൽ ഉസ്താദ് ഏത് തരത്തിലുള്ള ഇടപെടലാവുമോ നടത്തിയിട്ടുണ്ടാവുക? ഇന്ന് നടക്കുന്ന നമ്മുടെ മീറ്റിംഗുകളും അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ, അന്നത്തെ സംഘടനാ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ഇപ്പോൾ ഉസ്താദിന് പറയാനുള്ളത്? സംഘടനാ പ്രവർത്തനം അത്ര ശക്തിയായ നിലക്ക് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അത് വരാതിരിക്കാൻ കാരണം പലതും ഉണ്ട്. ചില ആളുകളെ കയ്യിൽ ബ്രേക്ക് ആയിപ്പോയതുകൊണ്ട് വികസിക്കാൻ കഴിയാത്തതുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വികസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ ചിന്താഗതിക്കാരുടെ കയ്യിൽ പലരും അടിപ്പെട്ടുപോയി, അവർക്കെതിരിൽ പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെല്ലാം ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊരു സുന്നി സമ്മേളനം നടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സഫിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും രണ്ടാളും മാത്രം ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം മന്ത്രിമാരും സെക്രട്ടറിമാരും മറ്റ് ഭൗതികന്മാരാണ് മുന്നത്തെ സഫിലിരിക്കുക. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അടക്കം, വാണിയമ്പല ഉസ്താദ് അടക്കം വലിയ വലിയ ആലിമീങ്ങളൊക്കെ രണ്ടാം സഫിലും മൂന്നാം സഫിലും ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടായിരുന്നു നമ്മുടെ
മഹലിന്റെയും അതുപോലെ സംഘടനാ സംവിധാനത്തിന്റെയും ഒക്കെ മുകളിൽ എന്നാണ് ഉസ്താദ് അതിന്റെ സൂചിപ്പിക്കുന്നത്. അർത്ഥം രാഷ്ട്രീയ ഒരു ആധിപത്യം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. കേരളത്തിൽ വിശേഷിച്ചും ആ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ കാലയളവിലുള്ള നേതൃത്വം സ്വാഭാവികമായും ആ നേതൃത്വത്തെ ഭയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഉസ്താദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷമായിട്ട് തന്നെ കാണുന്നത് ആ രാഷ്ട്രീയമായ എല്ലാ മേൽക്കൈകളെയും മറികടന്നുകൊണ്ട് ഉസ്താദ് സംഘടനയെ നയിക്കുന്നതാണ്. ആ സ്വാധീനമൊന്നും അവര് നമ്മുടെ ദീനീ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ആലിമ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്നല്ലാതെ ആലിമ്യങ്ങളെ കൂടെ നിന്നിട്ടുള്ള പ്രമാണിമാരിൽ 99% ഇങ്ങനെ ഒരു മതപരമായ മുന്നേറ്റത്തിന് മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് സത്യം. ആ കാലയളവിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പലതരത്തിലുള്ള ചലനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ അന്തകവിത്ത് ഇവിടെ ശക്തി പ്രാപിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മേലെ മുതൽ താഴെ വരെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രസ്ഥാനത്തിന് നേരെയുള്ള ഒരു ആക്രമണം തുറന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്കറിയാം. അത് ഉസ്താദ് നേരിട്ട് അനുഭവിച്ചതാണ്. എങ്ങനെയായിരിക്കും അന്ന് ആ കാലയളവിൽ അതിനെയൊക്കെ മറികടന്നിട്ടുണ്ടാവുക? അത് മറികടക്കാനുള്ള വഴി ഇത് തന്നെയാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ ജ്യേഷ്ഠനും അനുജനും ഉണ്ടായാൽ ജ്യേഷ്ഠൻ കിതാബ് ഓതാൻ പോയി 10 കൊല്ലം 15 കൊല്ലം കിതാബ് ഓതി പഠിച്ച് ഡിഗ്രി എടുത്ത് വന്ന് ഒരു ജോലിയിൽ നിന്നാൽ അയാൾക്ക് കിട്ടുന്നത് 2000 ഉറുപ്പ്യ അന്നത്തെ കാലത്ത്. അയാളെ അനുജൻ SSLC പാസ്സായി പിന്നെ മെല്ലെ ഒരു ഡിപ്ലോമയ്ക്ക് 1 കൊല്ലവും അല്ലെ 2 കൊല്ലം പോയിട്ട് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എടുത്താൽ അയാൾക്ക് 20,000 ഉറുപ്പ്യ ശമ്പളം കിട്ടും. അപ്പോൾ സ്വാഭാവികമായും ഞാൻ കിതാബ് ഓതിയിട്ട് ഇവിടെ പ്രയോജനമില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ നല്ല 1-ാം നമ്പർ പണ്ഡിതൻ ആകുന്നതോടൊപ്പം ഇവിടെ എഞ്ചിനീയർ വേണം, അഡ്വക്കറ്റ് വേണം, ഡോക്ടർ വേണം, അതുപോലെ ശാസ്ത്രജ്ഞൻ വേണം. എല്ലാ തുറകളിലും പണ്ഡിതന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്ന് തെളിയിക്കുന്ന വിധത്തിൽ നമ്മൾ മർക്കസിന്റെയും നോളജ് സിറ്റിയുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ നാം പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരിക്കൽ പറയുന്നുണ്ട്, കേരളത്തിലെ മൊയ്ലിയരുട്ടികൾ തല കുനിഞ്ഞ് നടന്നു പോയിരുന്നവരെ അവരെ തല ഉയർത്തി നടത്താൻ അവർക്ക് കരുത്ത് കൊടുത്തത്, ശക്തി കൊടുത്തത് ഉസ്താദാണെന്ന്. അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. നമ്മളെ ഒരു പൊതു നിരീക്ഷണമാണത്. ഒരു സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന, സാംസ്കാരിക രംഗത്തൊക്കെ ഇടപെടുന്ന ആളുകളുടെ ഒരു പൊതു നിരീക്ഷണമാണ്. ഈ വരവോടുകൂടിയാണ് ഇങ്ങനെയുള്ള സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു സംവിധാനം കൂടുതൽ വന്നത് എന്ന കാരണത്താലായിരിക്കാം അങ്ങനെ പറയുന്നത്. അല്ലാതെ നമ്മൾ മാത്രം അത് അവകാശപ്പെടുന്നൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർത്തും വേറിട്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ, കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക, വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകളുമായിട്ടാണ് ഉസ്താദ് രംഗപ്രവേശം ചെയ്യുന്നത്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ നിലപാട് അങ്ങനെ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു അതിസാഹസമാണ്. സോ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തിയത്? അത് എങ്ങനെയാണ് എന്നറിയാൻ താല്പര്യമുണ്ടാവും. ഒരു പള്ളിയിൽ ഒരു ഖത്തീബ് ഉണ്ടാവും. ആ ഖത്തീബ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്നാൽ മറ്റേ പാർട്ടി ആ ഖത്തീബിനെ വെറുക്കുന്നു, എതിർക്കുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഖത്തീബ്, മുദരിസ്, അങ്ങനെ പണ്ഡിതന്മാർ
അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേരണ്ട. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വോട്ട് ചെയ്താൽ മതി. രാഷ്ട്രീയമായി സജീവമാകാൻ പാടില്ല. കാരണം നമുക്കെല്ലാവരും വേണം. വലതും ഇടതും മധ്യത്തിലുള്ളവരും സർവ്വ ആളുകളും മുസ്ലിമീങ്ങളെല്ലാം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവരാണ്. ആ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളും ഒരുപോലെ നാം കാണണം. അതിന് രാഷ്ട്രീയമായി സംഘടിക്കാതിരിക്കലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം രാഷ്ട്രീയമായി സംഘടിക്കാതിരുന്നത്. അതേസമയത്ത് രാഷ്ട്രീയക്കാരോട് നമ്മൾ പറയും, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ആ ദോഷമുണ്ട്, ഈ ദോഷമുണ്ട് എന്നെല്ലാം പറയും. അതുകൊണ്ട് ചിലത് അവർ സ്വീകരിക്കും. പക്ഷേ വിദഗ്ധക്കാരെ ശക്തിപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി വളരെയധികം സഹായകമായി പോയിട്ടുണ്ട് എന്നതാണ് ഖേദകരമായ ഒരു വസ്തുത. ആ വിദഗ്ധക്കാർക്ക് ശക്തി കൊടുത്തത് ഈ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള അകൽച്ച ഉണ്ടാവാൻ പ്രധാനമായ കാരണം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കുറെ കൂടി മാറിക്കഴിഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പ്രധാനമായും നമ്മളൊരു വലിയ സംഘടിത ശക്തിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അല്ലെന്നല്ല, നമ്മൾക്ക് നല്ലൊരു വോട്ട് ബാങ്ക് ഉണ്ട് തന്നെ ബോധ്യമായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇന്നും നമ്മൾ പരിഗണനാ വിഷയമായി എടുക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ, നയങ്ങളെ രൂപപ്പെടുത്തുന്നിടത്ത് നമ്മൾ പരിഗണനാ വിഷയമായി എടുക്കുന്നത് എന്താണ്, എടുക്കേണ്ടത് എന്താണെന്നാണ് ഉസ്താദിന്റെ ഒരു പരിഗണന. തന്നെ നാം രാഷ്ട്രീയമായി ഇപ്പോഴും സംഘടിക്കുന്നില്ല. സംഘടിക്കാത്തത് ഇത് തന്നെയാണ്. എല്ലാ വിഭാഗത്തിലും, രാഷ്ട്രീയത്തിന്റെ എല്ലാ വിഭാഗത്തിലും നല്ല ആളുകളുണ്ട്, സുന്നികളുണ്ട്, പ്രവർത്തകരുണ്ട്. അപ്പം നാം രാഷ്ട്രീയമായി സംഘടിച്ചാൽ ഒരു വിഭാഗം മാത്രമേ നമ്മുടെ പിന്നിലുണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ ചെവിക്കൊള്ളില്ല. അപ്പോൾ എല്ലാ ജനങ്ങളും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ, പിന്നെ വൈരാഗ്യമുള്ളവർക്ക് നമ്മൾ നോക്കണ്ട, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ രാഷ്ട്രീയമായിട്ട് ഒരു കക്ഷിയിലേക്കും ക്ഷണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാം എന്ന ഒരു ചിന്താഗതി ഇവിടെ ജനങ്ങൾക്ക് ഉണ്ടാവുകയും ആ നിലക്ക് തന്നെയാണ് ബഹുജനങ്ങൾ നമ്മുടെ പിന്നാലെ ഇത്രയും വലിയ ശക്തിയായി ഉറച്ചു നിൽക്കുന്നതും എന്ന് തീർച്ചയാണ്. പ്രാസ്ഥാനിക രംഗത്ത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു 60-ാം വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ച ഉസ്താദ് ആ സമ്മേളനത്തിന്റെ ആസൂത്രണം, സ്വാഗത സംഘം തുടങ്ങി സ്വാഗത പ്രഭാഷണം വരെ ഒരു വലിയ മുന്നൊരുക്കങ്ങൾ അതിനുവേണ്ടി നടന്നിട്ടുണ്ടാവും. എന്തെല്ലാമായിരിക്കും അന്ന് അതിനുവേണ്ടി ഉസ്താദ് എങ്ങനെയാണത് അങ്ങനൊരു ഒരുക്കങ്ങൾ നടത്തിയത് എങ്ങനെയായിരിക്കും? അത് ഒരുക്കങ്ങൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അതത് കാലത്തേക്ക് അനുയോജ്യമായ ആവശ്യമായ ആളുകളെ കാണലും പറയലും ക്ഷണിക്കലും സംഘടിപ്പിക്കലും തന്നെയാണ്. അത് ആ സമയത്ത് 60-ാം വാർഷികം വളരെ അനിവാര്യമായൊരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അന്ന് നമുക്ക് ആ സമ്മേളനത്തിൽ എല്ലാവരെയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഭിന്നിച്ചു നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം നമുക്ക് അവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അവരെല്ലാം യോഗത്തിൽ സംബന്ധിച്ചു. പിന്നെയും ഇങ്ങനെ പോയാൽ ഇവർ ഇവിടെ ആധിപത്യം ഫുള്ളായി ഇവർ കയ്യിലാക്കും എന്ന് ചിലർ കണ്ടതുകൊണ്ടാണ് പിന്നീട് ചെറിയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കാരണമായത്. ഒരു വലിയ ഒരു ബഹുജന പങ്കാളിത്തം ആ സമ്മേളനത്തിന് സാധിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പിറകിലൊരു ആസൂത്രണമുണ്ട്. മറ്റൊന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നല്ലോ. ആ സമയത്ത് അങ്ങനെ ഒരു വലിയ സമ്മേളനം നടന്നാൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതുപോലെ അങ്ങനെ ഒരു ലക്ഷ്യം ഈ സമ്മേളനത്തിന്റെ പിന്നിൽ ഉസ്താദിനുണ്ടായിരിക്കുമല്ലോ. അതിനായിരിക്കുമല്ലോ ഒരു വലിയ ബഹുജന സമ്മേളനം സംഘടിപ്പിച്ചത്. അതെന്താണെന്ന് ഉസ്താദിന് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുമോ?
ഒന്നും അത് തന്നെ നമ്മുടെ സംഘടനയിൽ ആളുകൾ ഒന്നായിട്ടുണ്ടാവണമെന്ന് തന്നെ. അതിന്റെ അപ്പുറം വേറെ ഒരാളെ തോൽപ്പിക്കണമെന്നോ പരാജയപ്പെടുത്തണമെന്നോ യാതൊരു ലക്ഷ്യവുമില്ല. നമ്മുടെ സംഘടനയിൽ നമ്മുടെ അഖീദയിൽ ആളുകൾ സംഘടിച്ച് വൻ ശക്തിയായി നിലനിൽക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സമ്മേളനത്തിന് മുൻ മാതൃകകളില്ലല്ലോ. മാതൃകകളില്ലാത്തൊരു പുതിയ സമ്മേളനം, അല്ലെങ്കിൽ ഒരു പുതിയ മാതൃക ഇല്ലായികയില്ല. നമ്മള് ഈ സമ്മേളനത്തിന് മുമ്പ് കോഴിക്കോട് ജില്ലാ സമ്മേളനം മാനാഞ്ചിറയിൽ സമ്മേളനം നടത്തിയിരുന്നു. SYSന്റെ ഒരു 3ാം വാർഷിക സമ്മേളനം നടത്തിയിരുന്നു. അങ്ങനെ സമ്മേളനങ്ങളൊക്കെ അതിന്റെ മുമ്പും പലതും നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനം നടത്തിയതിനനുസരിച്ച് നമുക്ക് വിജയവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമ്മേളനം കൊണ്ട് വലിയ വിജയമുണ്ടെന്ന് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അത് ഇന്നും നടക്കുന്നുമുണ്ട് ഇൻഷാ അല്ലാഹ്. പുതിയ രാഷ്ട്രീയ സാഹചര്യം തീർത്തും വ്യത്യസ്തമായി നമ്മൾ ഇതിനു മുമ്പ് അഭിമുഖീകരിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വിശേഷിച്ച് മുസ്ലിങ്ങൾ അനുഭവിക്കുകയാണ്. മുസ്ലിം ഐക്യം, അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സുരക്ഷിതത്വം, അവരുടെ ഒരു പുരോഗതി, ഇതിനെക്കുറിച്ചൊക്കെ ഉസ്താദ് എങ്ങനെയാണ്? അതൊന്നും ഒരു പുതിയതെന്ന് പറയാനില്ല. നമുക്കതേ അന്നുള്ള നയം ഇപ്പോഴും നയമാണ്. നമ്മുടെ നയം നമ്മുടെ അഖീദ പണയം വെക്കാതെ, ആശയം പണയം വെക്കാതെ, അതിലുറച്ചു നിന്നുകൊണ്ട് ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദീനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അന്നും ഒരേ ലക്ഷ്യമാണ്, ഇന്നും ഒരു ലക്ഷ്യം തന്നെയാണ്. അത് മാറാൻ പാടില്ല. ഇനിയും പുതിയ തലമുറയോട്, പുതിയ ഈ കാലത്തെ സമൂഹത്തോട് ഉസ്താദിന് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത്, രാഷ്ട്രീയം ഇവിടെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിന്ന ആളാണ് ഇന്ന് മറുഭാഗത്ത് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയം എന്നത് വെറും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് രാഷ്ട്രീയം ഏതായാലും ഏത് ഭാഗത്തേക്ക് പോയാലും നമ്മുടെ അഖീദ തെറ്റിപ്പോകുന്ന ഒരു രാഷ്ട്രീയം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സംഘടനയെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയവും ഉണ്ടാകാൻ പാടില്ല. ഇത് മാത്രമാണ് ജനങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു അവസാനത്തെ ഒരു കാര്യം കൂടി, ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്ത്, ശക്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെയാണ്, യുവാക്കളും ഒക്കെയാണ്. ഈ വിദ്യാർത്ഥികളെ, യുവാക്കളെ, ഇവരെ മുൻനിർത്തി പ്രാസ്ഥാനികമായി ഉസ്താദിന്റെ ഒരു സങ്കല്പം എന്താണ്? എങ്ങനെ? ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ യുവാക്കളെ കൊണ്ടാണ് ഇസ്ലാം ശക്തിപ്പെട്ടിട്ടുള്ളത്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടുകൂടിയാണ് ഇസ്ലാം ശക്തി ആർജിക്കാൻ തുടങ്ങിയത്. അങ്ങനെ യുവാക്കൾ സംഘടിച്ചാൽ തീർച്ചയായും ആ പ്രസ്ഥാനം സംഘടിക്കും. അത് രാഷ്ട്രീയമായാലും ശരി, മതമായാലും ശരി, എന്തു തന്നെയായാലും ശരി. ഇപ്പോൾ നമ്മുടെ ഈ സംഘടന SYS എന്ന് പറയുന്നതും ഇനി SSF എന്ന് പറയുന്ന രണ്ടും യുവാക്കൾ തന്നെയാണ്. ചെറിയ വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ SSFും SYSും, അതുപോലെ ഗൾഫിലാണെങ്കിൽ ICFും RSയും, ഇതെല്ലാം നമ്മുടെ യുവ സുഹൃത്തുക്കളാണ്. ആ യുവാക്കൾ സംഘടിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനം എന്നും ശക്തി ആർജിച്ചു തന്നെ നിൽക്കും. യാതൊരു സംശയവുമില്ല. അവർക്ക് മുൻകരുതലായി മുൻകൂട്ടിയൊരു ലക്ഷ്യമൊന്നും ഇല്ലതാനും. അതുകൊണ്ട് നാം നല്ല ലക്ഷ്യം അവരെ മുമ്പിൽ വെച്ചു കൊടുത്താൽ അവരത് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അടുത്തൊരു ഭാവിയിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് നമ്മുടെ സംഘടന മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഭിന്നിപ്പ് വന്നു എന്നുള്ളത് സംഘടനാപരമായ ഭിന്നിപ്പാണ്. ആ ഭിന്നിപ്പുള്ളത് കൊണ്ട് നാം മറു സംഘടനയെ ആക്ഷേപിക്കലോ ചീത്ത പറയലോ ഒന്നും നമ്മുടെ സ്വഭാവമല്ല. നമ്മുടെ ആശയവും നമ്മുടെ ലക്ഷ്യവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതാണ് ശരി എന്ന് ആളുകൾ മനസ്സിലാക്കിയതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് ഇവിടെ ഏറ്റവും വലിയ ലക്ഷ്യം
എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് സുന്നത്ത് ജമാഅത്ത് പറയൽ നമ്മൾ പഴയ മാതിരി തന്നെ നിലനിർത്തുകയും അതൊരിക്കലും കുറക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നമ്മുടെ കൂടെ കൂടുതൽ കൂടുതൽ സംഘടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെയെല്ലാം ഭൗതികമായ പുരോഗതി കൊടുക്കുന്നതിനോടൊപ്പം ആത്മീയമായ പുരോഗതി കൊടുത്ത് ആത്മീയതയിലൂടെ വളർത്തിയെടുക്കാൻ കൂടി നമുക്ക് സാധിച്ചാൽ നമ്മുടെ സംഘടനയിൽ നിന്ന് നമുക്ക് വിജയം കൈവരിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.